ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ പുത്തൻ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെയാണെങ്കിൽ ഇതാ മാർക്കോ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല, മഹാലക്ഷ്മിക്ക് പെട്ടെന്നൊരു സുഖയില്ലായ്മയും വയ്യായികയൊക്കെ വന്നിട്ട് വോമിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണനും അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നുണ്ട്, എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ മാർക്കോ പറയുന്നുണ്ട്, ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞതാണ് കരുണയുടെ അച്ഛൻ്റെയും മുത്തശ്ശീൻ്റെയും അവളുടെ ഒക്കെ അടുത്തേക്ക് പോകുമ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അവർക്കൊക്കെ നിങ്ങളെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. അത്രയും വിഷമാണ് അവരുടെ ഉള്ളിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, എവിടെയാണ് പിഴച്ചതെന്ന് എവിടെയാണ് പാളിയതെന്ന് മനസ്സിലാവുന്നില്ല. അവരെന്തോ ഒരു സാധനം അവർക്ക് കൊടുത്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൂടാണ്ട് സാഗറിൻ്റെ കാര്യവും മാർക്കോ പറയുന്നുണ്ട്. സാഗറിനെ എന്തോരൊക്കെയാണ് മേഘാതൻ ഒരുക്കിയിട്ടുണ്ട്. മേഘാതനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ജീവനോടെ ഉണ്ടാവില്ല. അത്രയും ദേഷ്യം എനിക്ക് അവനോട് ഇപ്പം തോന്നുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മേഘാതൻ ഇതാ വാമനോട് പറയുന്നുണ്ട്, ഞാൻ സാഗറിന് പണി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അവന് ചെറിയ തോതിലൊരു പണി കൊടുത്തിട്ടുണ്ട്. അവൻ്റെ വണ്ടിയിൽ ഞാൻ അവൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം അവന് സർപ്രൈസായി നൽകിയിട്ടുണ്ട്. അത് എടുക്കാനായിട്ട് എന്തായാലും പോലീസുകാർ അവനെ തേടിയെത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വാമനും മേഘനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും എല്ലാം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ സാഗർ മാത്രമേ അവർക്കുള്ളൂ. സാഗറിനെയും കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ മഞ്ജു അവൻ്റെ കാൽ കീഴിലേക്ക് വരും, അവൻ്റെ അടിമയായിട്ട് വരും. പിന്നെ മഞ്ജുവിൻ്റെ സ്വത്തുക്കളും സമ്പത്ത് എല്ലാം നമുക്ക് തന്നെ സ്വന്തമാകുന്ന എന്നൊക്കെ ഇങ്ങനെ വാമനോട് മേഘാതൻ പറയുന്നുണ്ട്. ആ ഒരു പ്ലാനുകൾ റെഡിയാക്കാനായിട്ട് മേഘാതൻ്റെ അടുത്ത കിണിയാണ് സാഗറിനെ തേടിയിട്ടുള്ളത്. അങ്ങനെ സാഗർ ആ കിണിയിൽ വീഴുകയാണ് ചെയ്യുന്നത്. സാഗർ ഇങ്ങനെ ആശ്രമത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് അവിടെ പോലീസ് വരുന്നുണ്ട്. പോലീസ് വന്നിട്ട് എന്തെല്ലോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തോമസ് വൈദ്യൻ അവിടെ വന്ന് ഇടപെടുന്നുണ്ട്. തോമസ് വൈദ്യൻ ചോദിക്കുന്നത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഇവൻ്റെ വണ്ടിയിൽ ഇങ്ങനെ മയക്കുമരുന്നുണ്ട്, ഞങ്ങൾക്കൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അത് തേടിയിട്ട് വന്നതാണ് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സാഗറിൻ്റെ വണ്ടിയൊക്കെ പരിശോധിക്കുന്നുണ്ട്. തോമസ് വൈദ്യനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത്. കാരണം സാഗറിനെ തോമസ് വൈദ്യൻ അത്രയും വിശ്വാസമാണ്. സാഗറിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല, സാഗർ അത്രയും നല്ലൊരു കുട്ടിയാണെന്നൊക്കെ തോമസ് വൈദ്യൻ നല്ല രീതിയിൽ അറിയാം. പെട്ടെന്ന് ഇങ്ങനെ സാധനം കേട്ടപ്പോൾ തോമസ് വൈദ്യനെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ സാഗർ പോലീസിനെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മഞ്ജുവിനെ വിളിച്ച് പറയുന്നുണ്ട്. മഞ്ജുവാനെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. മഞ്ജുവിന് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ മേഘാതൻ ഒരു കെണിയാണെന്ന്. മഞ്ജുവിന്റെ സാഗറിന്റെ കുടുംബജീവിതം നശിപ്പിച്ചിട്ട് മഞ്ജുവിനെ എങ്ങനെയെങ്കിലും മേഘാതന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ള മേഘാതന്റെ കെണിയാണെന്ന് മഞ്ജുവിന് വേഗം തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ സാഗറിനെ രക്ഷിക്കാനായിട്ട് മാർക്കോയും മഞ്ജു ഒക്കെ കൂടി പോലീസ് സ്റ്റേഷനിൽ പോവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലേക്ക് കാണാം. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ പ്രമോ റിവ്യൂ ഉള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ.